തമിഴ്നാട് മയിലാടുതുറയിൽ അനധികൃത മദ്യവിൽപ്പന എതിർത്തതിന് 2 യുവാക്കളെ കുത്തിക്കൊലപ്പെടുത്തി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹരിശക്തി, സുഹൃത്ത് ഹരീഷ് എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് റഹീസ് ആ വാർത്തയുടെ ഒരുങ്ങുമ്പോൾ ചെയ്യുന്നു. റഹീസ്, ദീർഘനാളെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിരുന്നോ, അതോ പ്രകോപനമില്ലാതെ യുവാക്കളെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു റഹീസ്? ആഷ്മി, മയിലാടുതുറയിലും മുട്ടത്തെ ഈ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഈ അനധികൃത മദ്യവിൽപ്പന വ്യാപകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പരോളിലിറങ്ങിയ പ്രതിയുടെ നേതൃത്വത്തിലാണ് ഈ ഇരട്ട കൊലപാതകം നടന്നതെന്നാണ്. വ്യാഴാഴ്ചയാണ് ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള രാജ്കുമാർ ഈ തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇയാളും സുഹൃത്തുക്കളും ഇവിടെ വ്യാജ മദ്യവിൽപ്പന നടത്തുന്നു. അതിനെ നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പോലീസുമായുള്ള ഒത്തുകളിയുടെ പേരിൽ പോലീസ് ഇവിടെ റെയ്ഡൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച വിവിധ സമ്മർദ്ദത്തിന്റെ വഴങ്ങിക്കൊണ്ട് പോലീസ് ഇവിടെ റെയ്ഡിനെത്തുന്നുണ്ട്. അപ്പോൾ ഇവരെ കയ്യോടെ പിടിക്കുന്നു. ഒപ്പം രാജ്കുമാറിനെ ജയിലിലാക്കുകയും ചെയ്യുന്നു. ഇയാൾ ശേഷം ജാമ്യത്തിലിറങ്ങി തിരികെ വന്ന് ഇന്നലെ പകൽ ഉൾപ്പെടെ വ്യാജമദ്യം വിറ്റു. അതിനെ 2 പേർ ചോദ്യം ചെയ്തു. അതായത് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള ഹരിശക്തിയും ഒപ്പം തന്നെ സുഹൃത്ത് ഹരീഷും ഒക്കെ ഇതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 പേരെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്.